ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇവയൊക്കെയാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സോൾ ട്രേഡിംഗ് കൺസേണിന്റെ കേസിലും പാർട്ണർഷിപ്പിന്റെ കേസിലും ഇതിനെ നമ്മൾ ട്രേഡിംഗ് P&L അക്കൗണ്ട് എന്ന അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടെത്തുന്നത്. കമ്പനിയിലേക്ക് വരുമ്പോൾ ഇതിന്റെ പേര് മാറുന്നു, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അക്കൗണ്ട് അല്ല, ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇനി പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോൾ ട്രേഡിംഗ് കൺസേണിലും പാർട്ണർഷിപ്പിലും ബാലൻസ് ഷീറ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത് വരുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഒരു കമ്പനിയുടെ ക്യാഷ് ഇൻഫ്ലോ അതുപോലെ ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവയൊക്കെയാണ് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇവയൊക്കെ കമ്പൽസറിയായി ഒരു കമ്പനി പ്രിപ്പയർ ചെയ്തിരിക്കണം. അതിൽ തന്നെ ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യേണ്ടത് ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്ന പ്രകാരമാണ്. ഈ ഷെഡ്യൂൾ 3 3 ഡിവിഷൻസ് ഉണ്ട്. ഡിവിഷൻ 1, ഡിവിഷൻ 2, ഡിവിഷൻ 3. നിങ്ങളുടെ കമ്പനി ഏത് ഡിവിഷനിൽ ഉൾപ്പെടുന്നോ ആ ഡിവിഷനിൽ പറയുന്ന ഫോർമാറ്റ് പ്രകാരമായിരിക്കണം ഈ ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യാൻ. ഇതുപോലെ കമ്പനിയുമായും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായും ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻ അറിയുന്നതിന് വേണ്ടി TechPSCയുടെ ഇനിയും വരാനിരിക്കുന്ന KSEB ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷന്റെ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ ബാച്ചിൽ നമ്മൾ ഈ കോൺസെപ്റ്റ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വരാൻ പോകുന്ന KSEB എക്സാമിനേഷൻ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ ഒരു എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതിനും ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു.